MSN ഫുട്ബോൾ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ യുഎഫ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന മത്സരമായിരുന്നു ബയേൺ മ്യൂണിക് വേഴ്സസ് പഫോസ് FC. ഇന്നലെ ബയേൺ മ്യൂണിക് പഫോസ് FCയെ 1-5 ഗോളുകൾക്ക് ആണ് പരാജയപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നലെ ഹാരി കെയ്ൻ്റെ വക 2 ഗോളുകളായിരുന്നു ബയേൺ മ്യൂണിക്കിന് വേണ്ടി നേടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നേടിയിട്ടുണ്ടായിരുന്നത് റഫേൽ ഗുറേറിയോ, ജാക്സൺ, മിക്കാഹിൽ ഒലീസെ എന്നിവരായിരുന്നു. ഇന്നലെ മികച്ച രീതിയിൽ തന്നെയായിരുന്നു ബയേൺ മ്യൂണിക് കളിച്ചിരുന്നത്. ഇന്നലത്തെ കളിയിൽ ബയേൺ മ്യൂണിക്കിന് വേണ്ടി മികച്ച രീതിയിൽ തന്നെയായിരുന്നു മിക്കാഹിൽ ഒലീസെ കളിച്ചിരുന്നത്. അതുപോലെ തന്നെ ഇന്നലത്തെ കളിയിൽ പഫോസ് FCക്ക് വേണ്ടി ഗോൾ കണ്ടെത്തിയിട്ടുള്ളത് ഒർസിക് ആയിരുന്നു. അതുപോലെ തന്നെ ഇന്നലത്തെ കളിയിലെ ആവറേജ് പൊസിഷൻ 2 ടീമുകളുടേത് നോക്കുമ്പോൾ ഇന്നലെ പഫോസ് FCക്ക് 33% മാത്രമായിരുന്നു ബോൾ പൊസിഷൻ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ അവരെ 6 ടോട്ടൽ ഷോട്ട് ചെയ്യപ്പോൾ ഷോട്ട് ഓൺ ടാർഗറ്റിലേക്ക് പോയത് വെറും 2 മാത്രമായിരുന്നു. എന്നാൽ ബയേൺ മ്യൂണിക്കിന് ഇന്നലെ 67% ബോൾ പൊസിഷൻ ഉണ്ടായിരുന്നു. ഇന്നലെ കളി നിയന്ത്രിച്ചിരുന്നത് തന്നെ ബയേൺ മ്യൂണിക് തന്നെയായിരുന്നു. ഇന്നലെ 26 ടോട്ടൽ ഷോട്ടുകളായിരുന്നു ഇന്നലെ ബയേൺ മ്യൂണിക് ഉതിർത്തത്. ഷോട്ട് ഓൺ ടാർഗറ്റിലേക്ക് പോയതോ 15. ഇന്നലെ മികച്ച രീതിയിൽ തന്നെയായിരുന്നു ബയേൺ മ്യൂണിക് കളിച്ചിരുന്നത്. ഇപ്പോൾ യുഎഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ടേബിളിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് അത് ബയേൺ മ്യൂണിക് തന്നെയാണ്. 2 കളികളിൽ നിന്ന് 6 പോയിന്റോട് കൂടി അവർ 1-ാം സ്ഥാനം നിലനിർത്തിയിരിക്കുകയാണ്. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.